ഒരു ഭർത്താവ് ഒരു ഭാര്യയെ ചെലവ് കൊടുക്കാതെ കുറേ കാലം നീട്ടിക്കൊണ്ടുപോയി, 1 വർഷമോ 2 വർഷമോ 3 വർഷമോ ഇങ്ങനെയൊക്കെ ഈ രൂപത്തിൽ അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. വസ്ത്രവും കൊടുത്തില്ല, പാർപ്പിടവും കൊടുത്തില്ല. പാർപ്പിടത്തിൽ ഇല്ലെങ്കിലും ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ, അതിലൊക്കെ അവൻ ഉത്തരവാദിത്വത്തിൽപ്പെടും. അപ്പം അതുകൊണ്ട് മുങ്ങാൻ പറ്റൂല. അങ്ങനെ മുങ്ങി നടന്നാൽ ആഖിറത്തിൽ കുടുങ്ങുക തന്നെ ചെയ്യും. അതായത് പെണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിൽ പെണ്ണിനെ നോക്കുക തന്നെ വേണ്ടി വരും, അല്ലാത്തൊരു പണിക്ക് പോകരുത് എന്നാണ്. അതെല്ലാം ന്യായം കടന്തമുണ്ട ന്യായം പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അത് ഒഴിവായി പോകില്ല, ഗൗരവമായിട്ട് ചിന്തിക്കണം. അപ്പോൾ പല ആളുകളും അത് ചിന്തിക്കുന്നില്ല. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അവിടെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പൊരുത്തപ്പെടാത്തോടത്തോളം കാലം അങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞാൽ അതൊക്കെ ഉത്തരവാദിത്വത്തിൽ കിടക്കും. അവിടെ അതൊരു കടാണ്. അത് പിന്നെ ആഖിറത്തിൽ വരുന്ന സമയത്ത് ഈ പറയുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, വാക്ക് തർക്കങ്ങളുണ്ടായി, പിന്നെ അവർ ഒന്നിച്ചെന്നാണ് താമസിക്കുന്നതെങ്കിലും എന്തില്ല, മുണ്ടാട്ടങ്ങളൊന്നും കൂടുതലില്ല. അങ്ങനെ ആ രൂപത്തിലൊക്കെ ആയിപ്പോയി. ഇതിൽ നിന്ന് ഇയാൾ ചെലവിന് കൊടുക്കുന്നില്ല, ഈ സായി പെണ്ണ് ഇടങ്ങാറായി താമസിച്ചു, അങ്ങനെ ജീവിച്ച് മരിച്ചുപോയി. അവസാനം ഈ ഭർത്താവ് മരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല നിലക്കല്ല പോയതൊക്കെ. ആഖിറത്തിൽ വരുന്ന സമയത്ത് ചോദ്യങ്ങളും ജവാബുകളൊക്കെ കയറി വരും. അപ്പോൾ ഈ പറയുന്ന ഈ കടായിട്ട് കിടക്കുന്നതിന് അതൊക്കെ കൊടുക്കേണ്ടി വരും. അതൊക്കെ വലിയ ഭാരിച്ച ഉത്തരവാദിത്തമായിട്ട് മാറും. അപ്പം അതുകൊണ്ട് ഇത് നിസാരവൽക്കരിച്ചുകൊണ്ട് നമ്മളെ ഭാര്യയല്ല, അത് ഓടിയും കടന്നോളും, അതേ നമുക്ക് കുഴപ്പമൊന്നുമില്ല, അതങ്ങനെയൊക്കെ പോയിക്കോളും, ഇങ്ങനെ ഒന്നും തള്ളാൻ പറ്റുമോ, ഒന്നും അല്ലത്. ഇതൊക്കെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ നല്ല ദാമ്പത്തിക ജീവിതം നയിക്കാനും അതുപോലെ തന്നെ എല്ലാം റാഹത്തായിട്ട് മരിക്കാനും അല്ലാഹു തആല തൗഫീഖ് എന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ.